ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഹണിമൂൺ ട്രിപ്പിൻ്റെ വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. സോ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾ കണ്ടു നോക്കാം. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. കാരണം നമുക്ക് ഫ്ലൈറ്റ് വന്നിട്ട് കൊച്ചിയിൽ നിന്നാണ്. സോ നമ്മൾ കൊച്ചിയിലേക്ക് ട്രെയിനിലാണ് ഇവിടുന്ന് പോകുന്നത്. സോ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. പിന്നെ ഏതാണ്ട് ഒരു മണിക്കൂർ മുന്നേ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. കാരണം ട്രെയിൻ മിസ്സായാൽ പിന്നെ പണിയാവുമല്ലോ. അപ്പോൾ നമ്മൾ ഏതാണ്ട് പോകാനായൊരു സമയമായിട്ടുണ്ട് കേട്ടോ. സോ ഏതാണ്ട് നമ്മൾ 4 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ എത്താനായിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കൊരു 4 ലഗേജാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ട്. ടോട്ടൽ നമുക്ക് ലഗേജ് കൊണ്ടുപോകാനുള്ളത് 2 ഉള്ളൂ. നമുക്കാണെങ്കിൽ നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് തന്നെ വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. നമ്മൾ ഡയറക്റ്റ് എയർപോർട്ടിലേക്ക് പോവാണ്. അപ്പം നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഏതാണ്ട് നമുക്ക് ഉള്ളിലേക്ക് കയറേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ലഗേജും ഒക്കെ ആയിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോകാൻ നോക്കുകയാണ്. അപ്പം പിന്നെ ഉള്ളിലെത്തിയിട്ട് നമുക്കിനി കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. എന്നിട്ടൊക്കെയാണല്ലോ ചെക്ക് ഇൻ തുടങ്ങുക. അപ്പോൾ ആ ഒരു ടൈമാണ് ഇപ്പോൾ. നമ്മൾ ലഗേജിൻ്റെ സെക്ഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മൾ 7 kg കറക്റ്റായിരുന്നു കൊണ്ടുവരുന്നത്. അപ്പം എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ പ്രൊസീജിയറൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എല്ലാം ഓക്കെ ആയിരുന്നു. സോ നമ്മളത് കഴിഞ്ഞിട്ട് നമ്മൾ എയർപോർട്ട് ലോഞ്ചിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കിനിയിപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ എത്തി കഴിഞ്ഞിട്ടാണ് ഫുഡ് വരുന്നത്. സോ നമ്മൾ വേഗം ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കയറി. സോ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ ഫ്ലൈറ്റ് വരേണ്ട ഒരു സമയമായിട്ടുണ്ട്. അതായത് നമുക്ക് 11 o'clock ഫ്ലൈറ്റ് നമുക്ക് വരുന്നത്. അപ്പം അങ്ങോട്ടേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. കാരണം ഏതാണ്ട് നമുക്ക് ഉള്ളിലേക്ക് കയറേണ്ട സമയമായിട്ടുണ്ട്. സോ അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി വേഗം നമ്മൾ പരിപാടികളൊക്കെ പ്രൊസീജിയേഴ്സൊക്കെ നമ്മൾ ചെയ്യാൻ പോവാണ്. സോ എന്നിട്ട് നമുക്ക് ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് കാണാം. Choco pau for the prisalto.
nothing to discuss, cause I'm the worldwide fault and without any doubt, I'm a me happy adult, I no go feed the girl, I no go feed the girl, it's out. അപ്പോൾ ഇതാ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഫ്രഷ് അപ്പ് ആവാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു റൂം എടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് വേഗം നമ്മൾ റെഡി ആവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്നൊരു റൂം ടൂർ പോലെ പെട്ടെന്നൊന്ന് കാണിക്കുകയാണ്. എന്താ നമ്മൾ ആസ് യൂഷ്വൽ എല്ലാ റൂമിലും കാണുന്ന സംഭവങ്ങൾ തന്നെ. അപ്പോൾ ഇതാണ് നമ്മൾ ആ റൂം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്കാണെങ്കിൽ ഒരു 5 മിനിറ്റ്, എനിക്കൊന്നൊരു അരമണിക്കൂർ കിട്ടിയിട്ടുണ്ടാവില്ല റെഡി ആവാൻ വേണ്ടി. അപ്പം ഈ തിരക്കിൻ്റെ ഇടയിൽ തലയും ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നു, കാരണം എനിക്ക് തല കുളിച്ചാലൊരു സുഖം ഉണ്ടാവുള്ളൂ. അപ്പം ഹെയർ ഡ്രയർ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴെ വന്നിട്ട് ഇതാ നമ്മൾ ആ ഒരു സ്ഥലത്ത് തന്നെ താഴെയുള്ള ഈ ഒരു ഫുഡിൻ്റെ ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. സോ നമ്മളിതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങുകയാണ്, കാരണം നമുക്കിനി നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടെ നിന്ന് വെച്ചിട്ട്. സോ ഫസ്റ്റിന് നമ്മൾ പോകുന്നത് ഈ ഒരു എലിഫൻറ്റ് ഷോ, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാൻസ് കൾച്ചറൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. സോ അങ്ങോട്ടേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അപ്പം നമുക്ക് വേഗം അത് കാണാം. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ ഈ എലിഫൻറ്റ് ഷോ, അതുപോലെ തന്നെ ഒരുപാട് കൾച്ചറൽ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. സോ ഫസ്റ്റ് നമ്മളിവിടെ കണ്ടപ്പം എന്താ ഈ ഡൈനോസറിൻ്റെ പലതരത്തിലുള്ള ഒരു ടൈപ്പ് ആക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മൾ കണ്ടു. പിന്നെ നമുക്കിനി ഇവിടെ നമ്മൾ കൾച്ചറൽ ഡാൻസ് കാണാൻ പോവുകയാണ്. നെക്സ്റ്റ് നമ്മളിനി നമ്മൾ എലിഫൻറ്റ് ഷോ കാണാൻ പോവാണ്. അപ്പം ഇതിലെന്ന് വെച്ചാൽ എലിഫൻസ് പല ആക്ടിവിറ്റീസ് പെയിൻറ്റിങ്സ് ചെയ്യുന്നുണ്ട്, പിന്നെ ഫുട്ബോൾ, അപ്പം നെക്സ്റ്റ് നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവാണ്. കാരണം ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം നെക്സ്റ്റ് നമ്മൾ അടുത്ത ആക്ടിവിറ്റി അല്ലെങ്കിൽ അടുത്ത പരിപാടി കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ തന്നെയുള്ള റെസ്റ്റോറൻ്റാണ്, അടിപൊളി ഫുഡാണ്. അതായത് നമുക്ക് ഒരുപാട് വെറൈറ്റീസിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. സോ നമ്മളിനി അങ്ങോട്ടേക്ക് പോവാണ്, എന്നിട്ട് നമുക്ക് ബാക്കി എന്താണെന്നുള്ളത് കാണാം. സംഭവമാണ് ഈ ഒരു ബസ്. അതായത് നമ്മളിപ്പോൾ കയറിയിട്ടുണ്ടായി, ഞാൻ വീഡിയോ കാണിച്ചല്ലോ, ആ ഒരു ബസ്സിൽ പല പല സ്ഥലങ്ങൾ കാണിച്ചു തരും, അങ്ങനെയൊക്കെയാണ്. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ ഇറക്കിയിട്ടുള്ള ഒരു സ്ഥലം ഇതാണ്, ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു സ്ഥലം. ഇപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഓരോന്നായിട്ട് നമുക്ക് കാണിച്ചു തരാം.
സോ അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഹോട്ടലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് റെസ്റ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ഇനി അടുത്ത ഷോ എന്ന് പറയുന്നത് കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരുന്നു, അതായത് ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കൾച്ചറൽ ഡാൻസ്, അത് കുറേ കൾച്ചേഴ്സിൻ്റെ ഡാൻസാണ്. പക്ഷേ ഇതാണെങ്കിൽ പർട്ടിക്കുലർലി ഇവിടുത്തെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഡാൻസും കാര്യങ്ങളൊക്കെയാണ്. സോ നമുക്കിനി ഓരോന്നായിട്ട് കാണാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എഗെയിൻ നേരത്തെ പോലത്തെ ഒരു സ്റ്റേജും സെറ്റപ്പൊക്കെ ഉള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഭയങ്കര അടിപൊളിയാണ് ഇവരുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ കാണുന്നത് നേരത്തെ നമ്മൾ ഡാൻസ് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള ആളുകളാണ്. സോ അവരുടെ കൂടെ ഫോട്ടോസ് എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെ വീഡിയോസ് എടുക്കണമെങ്കിലൊക്കെ സെൽഫിയൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ പൈസ കൊടുത്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവരവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ഇനി ഫുഡ് കഴിക്കുകയാണ്. സോ നമ്മളൊരു മുംബൈ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറുന്നത്. അപ്പോൾ നമുക്ക് ഇന്ത്യൻ ഫുഡൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ ഇവിടെ നമ്മൾ അത്യാവശ്യം നല്ലോണം വയറ് നിറച്ച് ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ഇനിയും പോകുന്നത് തിരിച്ച് നമ്മൾ ഹോട്ടലിലേക്ക് പോവാണ്. അപ്പോൾ പോകുന്ന വഴി കാണുന്ന സംഭവങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മളെ ഹോട്ടൽ. സോ ഇവിടെ നമ്മൾ നേരത്തെ ചെക്ക് ഇൻ ചെയ്തതാണ്. അപ്പോൾ ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് വാക്കിംഗ് സ്ട്രീറ്റ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സോ നമ്മളിങ്ങനെ നടന്നിട്ടൊക്കെ പോവുകയാണ്. ഇപ്പോൾ കാണിച്ചു തരാം. അപ്പം നമ്മളിത് ഉച്ചയ്ക്ക് നമ്മൾ ചെക്ക് ഇൻ ചെയ്തപ്പം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മൾ ഇപ്പം ഞാൻ വിചാരിച്ചു രാത്രി ആയിട്ടോ. അപ്പോൾ നമ്മളെല്ലാ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇപ്പം നിങ്ങൾക്ക് റൂം കാണിച്ചിട്ട് റൂം എന്താ പറയുക നേരത്തെ തിരക്കായിട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട്. സോ ഇതാണ് നമ്മളെ റൂം. ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ കുറച്ച് നമ്മൾ പെട്ടെന്ന് ചെയ്തുകൊണ്ട് ഇവിടെ കുറച്ച് അലങ്കോലമായിട്ടുണ്ട്. സോ ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. അപ്പം നമ്മൾ ഈ ടേബിളിൽ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഓൾസോ അവിടെ നമ്മൾ ട്രോളിയും കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആറിയിടാനുള്ളൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഇപ്പം യൂസ് ചെയ്തിട്ടുള്ള ക്ലോത്ത്സൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ആറിയിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളെ ബെഡ് ഇതാണ്. പിന്നെ സൈഡിൽ ഇവിടെ ഒരു ടേബിളുണ്ട്, അവിടെ ഒരു ടേബിളുണ്ട്, അവിടെ ഒരു ചെയർ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഫുൾ സൈസ് കണ്ണാടി ഉണ്ട്. പിന്നെ TV ഉണ്ട്. പെട്ടെന്ന് പറഞ്ഞു പോവാണ്, കാരണം എല്ലാ റൂമിലും കാണുന്ന സംഭവങ്ങളേ ഉള്ളൂ ഇവിടെ. ഓക്കെ, അപ്പം ഒരു മിനി ഫ്രിഡ്ജ് ഉണ്ട്. ഇപ്പം നമ്മളിതിൽ നമുക്ക് വേണ്ടതൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമുക്ക് അല്ലറ ചില്ലറ കോഫി ടീ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളമുണ്ട്, ടിഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ബേസിക്കായിട്ട് നമുക്ക് കാണാറുള്ള സംഭവങ്ങളല്ല. വെള്ളം ഉണ്ട്, വീണ്ടും വെള്ളമുണ്ട്, ഇവിടെയും വെള്ളമുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഇത്. പിന്നെ ഇത് അവിടെ ബാത്റൂം ഉണ്ട്. ബാത്റൂം ഇങ്ങനെ സ്ലൈഡിങ് ഡോർ പോലെ വന്നിട്ടുള്ളതാണ്. സ്ലൈഡിങ് ഡോർ പോലെയുള്ളതാണ് ബാത്റൂം. സോ ഇവിടെ നമ്മൾ വാഷ് ബേസും പിന്നെ അവിടെ നമുക്ക് ഷവറിൻ്റെ സ്ഥലം വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ബെഡിൻ്റെ സൈഡിലൊരു ടേബിളും ചെയറും പിന്നെ വേറൊരു ചെയറും കൂടി ഉണ്ട്. ഇത് നല്ല പില്ലോ സെറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം നെക്സ്റ്റ് നമുക്കിനി ഇവിടെ വരുന്നത് ആക്ച്വലി വരുന്നത് ബാൽക്കണിയാണ്. അതായത് നമുക്ക് ഒരു ബാൽക്കണീൻ്റെ സെറ്റപ്പ് ഉണ്ട്. സോ ഈ റൂമിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ബാൽക്കണി എന്ന് പറഞ്ഞാൽ നമുക്ക് പൂളിൻ്റെ ഭാഗമാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ രാഹുൽ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ചെയറുണ്ട്, 2 ചെയറുണ്ട്, ഒരു കുഞ്ഞ് ടേബിളുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്, പക്ഷെ നല്ല രസമുണ്ട് ഇങ്ങനെ കണ്ടിരിക്കാനായിട്ട്. കണ്ടോ, ഇവിടെ ഇങ്ങനെയാണ് വരുന്നത്. ഇതിന് എൻട്രൻസ് വരുന്നത് അവിടെയാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇതിലൂടെയാണ് കയറുന്നത്. സോ
ഇതാണ്. അപ്പം ചുമ്മാ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു ആംബിയൻസ് ആണ്. പിന്നെ ഇവിടെ ലൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ എന്താ പറയുക, ഇന്നത്തെ നമ്മൾ ഡേ 1 ഇത്രയൊക്കെ തന്നെയാണുള്ളത്. പിന്നെ ഡേ 2 കൂടെ ചിലപ്പോൾ ഞാനിതിൽ ആഡ് ചെയ്തിട്ട് ഇടുന്നുണ്ടാവും, അല്ലെങ്കിൽ ഡേ 1 മാത്രം ഒരു വ്ളോഗ് എന്നുള്ള രീതിയിൽ ഇടാം. നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്.